നമ്മുടെ പഴയ നിയമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഏദൻ തോട്ടത്തിൻ്റെ കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ആദവും ഹവ്വയും പിന്നെ ഏദൻ തോട്ടത്തിൻ്റെ നടുക്കുള്ളൊരു ഫലവൃക്ഷം, അതിലെ ഫലം കഴിക്കരുതെന്ന് ദൈവം ഇവരോട് പറയുകയും ബൈ മിസ്റ്റേക്കിൽ അവരത് ഫലം കഴിക്കുകയും പാപം ചെയ്യുന്ന രീതിയിലേക്ക് വരികയും അവരെ ഭൂമിയിലേക്ക് അയക്കുമെന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ മനുഷ്യൻ വന്നപ്പോൾ പലരും പറയണ്ടായി ഏദൻ തോട്ടത്തിലാണ് ആ ഫലവൃക്ഷമുള്ളത്. എന്നാൽ ഏദൻ തോട്ടത്തിലല്ല, നമ്മുടെ ജീവിതത്തിലും ഒരു ഫലവൃക്ഷം നമുക്കായിട്ട് ദൈവം തരുന്നുണ്ട്. ആ ഫലവൃക്ഷത്തിലെ ഫലം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാപത്തിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയാണുള്ളത്. അതേത് ഫലവൃക്ഷമാണെന്നല്ലേ. ദൈവം നിങ്ങൾക്ക് പലതരത്തിലുള്ള ജോലികളും തരുന്നുണ്ട്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് അധ്വാനിച്ച ശമ്പളം വാങ്ങുന്നതിന് ഉപരി മറ്റുള്ളവരിൽ നിന്ന് കൈക്കൂലിയായി തുക വാങ്ങുക, അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പ്രതിഫലം വാങ്ങുക, അതുപോലെ ഇപ്പോൾ കമ്പനിയിലാണ് ജോലി ചെയ്തതെങ്കിൽ തെറ്റായ ബില്ലുകൾ സമർപ്പിച്ച് കമ്പനിയിൽ നിന്ന് ഇരട്ടി തുക മാറ്റിയെടുക്കുക. ഈ തുക എങ്ങനെ ചെയ്യുന്നത് ഒരു പാപം തന്നെയാണ്. ഫലവൃക്ഷത്തിൽ ദൈവം പറയണം, അധ്വാനിച്ച് നിങ്ങൾ നെറ്റിയിൽ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത്. അതിന് പകരം ഇങ്ങനെ സൂത്രപ്പണിയിലൂടെ പണം സമ്പാദിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് രണ്ടും സെയിമായിട്ട് വരുന്നത്. അവിടെയും അവർ ഭക്ഷിക്കുന്നു, ഇവിടെയും നമ്മൾ അധ്വാനിക്കാതെ ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് രണ്ടും ഒരേ വേവ് ലെങ്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അധ്വാനിക്കാത്ത പണം, നമ്മൾക്ക് അർഹതപ്പെടാത്ത പണം, അത് നമ്മളെ കയ്യിൽ വന്നു ചേരുമ്പോൾ വലിയൊരു തെറ്റിലേക്കാണ് നമ്മൾ വഴുതി പോകുന്നത്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കമ്പനിയിലൊക്കെ തെറ്റായ കണക്കുകൾ കൊടുത്ത് അതിൽ നിന്ന് വലിയൊരു തുക അടിച്ചു മാറ്റുന്ന പലരുണ്ട്. ഇതെല്ലാം വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടും ഏദൻ തോട്ടത്തിലെ ഫലമായാലും ഭൂമിയിലെ ഇതായാലും ദൈവം പറയുന്നു ഭക്ഷിക്കരുത്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് മാത്രം ഭക്ഷിച്ച് തൃപ്തി അടയുക.